ഓൾ തിങ്സ് ഓട്ടോ എപ്പിസോഡ് 122 തുടങ്ങാൻ പോകണം. നമ്മൾ സെന്തിലെത്തിയിട്ട് സെന്തിൽ. ഹലോ റാഫി. എന്താണ് വാഹന ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്? വാഹന ലോകത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോഞ്ചിന്റെ കേസ് നമുക്ക് സംസാരിക്കാം. XC90 ഒരു പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, വോൾവോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ടോളിനെ കുറിച്ച് കുറെ സംസാരിച്ചപ്പോൾ ടോളിന്റെ അകത്ത് ഒരു രസകരമായിട്ടുള്ള സംഭവം, അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ചൂടുള്ള സമയമാണ്. അപ്പോൾ ഈ ചൂടത്ത് എങ്ങനെ AC കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാന്നുള്ള കുറച്ച് ടിപ്സും കൂടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം ലോഞ്ച് ആണ് പറയുന്നത്. ആദ്യം നമുക്ക് ലോഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. വലിയൊരു വണ്ടിയാണ് ലോഞ്ച് ആയത്. യെസ്, വോൾവോ സേഫസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ അവകാശപ്പെടുന്നുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അവർ തന്നെയായിരുന്നു സേഫസ്റ്റ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോൾ ബ്രാൻഡുകൾ എങ്ങനെയാ വെച്ചാൽ അവർ ഇപ്പോൾ പല സാധനങ്ങളും കണ്ടുപിടിച്ചതിൻ്റെ ശേഷം അത് അവരെ ആക്കാൻ നോക്കും. അങ്ങനെ എന്താ പറയുക, നമുക്കങ്ങനെ പല ബബ്രാൻഡുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരുടെ മാത്രമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പേറ്റൻ്റ് എടുക്കുക എന്നുള്ള പറയും. അപ്പോൾ ഒരു പേറ്റൻ്റ് എടുക്കാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നൊരു സേഫ്റ്റിയുടെ സീറ്റ് ബെൽറ്റ് ആണ്. വോൾവോ കണ്ടുപിടിച്ചതാണ്. ആ ഒരു സീറ്റ് ബെൽറ്റ് എന്നാ കണ്ടുപിടിച്ചതെന്നുള്ള അവരുടെ വാഹനത്തിൻ്റെ സൈഡിൽ, അതേ സീറ്റ് ബെൽറ്റിന് അവിടെ അവർ എപ്പോഴും സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേറ്റൻറ്റഡ് ചെയ്തിരുന്നെങ്കിൽ ബാക്കി ഒരു വണ്ടി കമ്പനിക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുകയായിരിക്കും. പക്ഷേ അത് പേറ്റൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ഓടിക്കുന്ന സകലമാന വണ്ടികളുടെ അകത്തും സീറ്റ് ബെൽറ്റ് ഉണ്ട്. സോ വോൾവോയുടെ കോൺട്രിബ്യൂഷനാണ്. ഒരു ഫിഷ് ആയിട്ടുള്ളൊരു കമ്പനി അല്ല എന്നുള്ള കാര്യം പറയാം. എല്ലാ വണ്ടിക്കും സേഫ്റ്റി വേണം. സോ ആ ഒരു ബ്രാൻഡിൽ നിന്ന് ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു XC90 ആണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. XC എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അവരൊരു കോഡ് നെയിം പോലെയാണ്. ഇതിപ്പോൾ XC ഉണ്ട്, S ഉണ്ട്. ഇപ്പോൾ സെഡാനൊക്കെ ആണെങ്കിൽ അവർ S-ലാണ് അറിയപ്പെടുക. അതൊരു SUV-ലേക്ക് പോകുമ്പോൾ അവർ XC ആയിരിക്കും. വോൾവോന്റെ SUV-നെ സൂചിപ്പിക്കുന്നതാണ് XC. സൂപ്പർ. ഓക്കെ, അപ്പോൾ XC60 ആണോ? 90 ആണ്. 90. അപ്പോൾ വലിയ വോൾവോ, ഒരു 7-സീറ്റർ വോൾവോ ആണ്. അപ്പോൾ ഈ ഒരു വോൾവോ ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ ഞാനൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇറങ്ങും ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ കുറച്ച് ചാർജ്. അതിൻ്റെ ഗുണം എന്താ പറയുക റാഫി, പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ അകത്തൊരു 70 കിലോമീറ്റേഴ്സ് റേഞ്ച് ഈ ഒരു വാഹനം ഇനീഷ്യലി നൽകും. അതിന് ശേഷം ആ റേഞ്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കത് എൻജിനിലേക്ക് സ്വിച്ച് ഓൺ ആവും. അപ്പോൾ അതെപ്പോഴും നല്ലതായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു വർക്കിംഗ് ആളുകൾ അല്ലേ, ഇപ്പോൾ നമ്മൾ രാവിലെ ചാർജ് ചെയ്യുക, നോർമലി രാവിലെ ചാർജ് ചെയ്തിട്ട് ഓഫീസിൽ പോകുക, തിരിച്ച് അത്രേ ഉണ്ടാവുള്ളൂ. ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ റെഗുലർലി ചെയ്യുക. അത് മാത്രമല്ല ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ നമുക്കൊരു ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ ഇതേ ഒരു വാഹനമായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ സോ 2 വാഹനങ്ങളുടെ ഒരു പണി നടന്നേനെ. പക്ഷേ ആ ഒരു വാഹനം അല്ല ഇവിടെ വന്നത് മൈൽ ഹൈബ്രിഡ് വേർഷനാണ്. അപ്പോൾ ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചാർജ് EV-യിൽ ഓടും, അത് EV രണ്ടിന് സെപ്പറേറ്റ് ചാർജ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഹൈബ്രിഡ് വാഹനം, ഇപ്പോൾ ഒരു തൽക്കാലം നമുക്കൊരു ടൊയോട്ടയുടെ ഒരു ഹൈബ്രിഡ് വാഹനം എടുക്കാം, ഹൈ ക്രോസ് എടുക്കാം എന്ന് വിചാരിക്കുക. ആ ഒരു മാത്രം വെച്ചാൽ അതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് അല്ല, അതൊരു നോർമൽ ഹൈബ്രിഡാണ്. തന്നെ ചാർജ് അതെ, അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ചെറിയ ബാറ്ററി പാക്കാണ്. സോ ആ ഒരു ഇത് മതി. പക്ഷേ ഇതിൻ്റെ അകത്തല്ല, കുറച്ചുകൂടി വലിയ ബാറ്ററി പാക്കാണ്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചാർജ് ചെയ്യണം. അത് ഈ ഒരു വാഹനം ഓടുമ്പോൾ ചാർജ് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അത് കഴിഞ്ഞ് പെട്രോളിലേക്ക് സ്വിച്ച് ആവും. ഓട്ടോമാറ്റിക് നമുക്ക് ലൈക്ക് അവിടുത്തെ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെട്രോളിലേക്ക് സ്വിച്ച് ആവും. സോ അത് കുറച്ചുകൂടി എന്താ പറയുക, മൈലേജ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ലാഭമാണ്. പക്ഷെ വണ്ടിക്ക് ഭയങ്കര പ്രൈസ് ആയിരിക്കും. ഹൈബ്രിഡിന് എത്ര മൈലേജ് കിട്ടും? ഹൈബ്രിഡിന് XC90 ഓക്കെ, നമ്മളിപ്പോൾ പുതിയ ഇറങ്ങിയ വാഹനത്തിന്റെ മൈലേജ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഫിഗേഴ്സ് അറൗണ്ട് ഒരു 10 അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കറണ്ട് കുത്തിവെച്ച് ഓടൂലേ? അത് ഇറങ്ങിയിട്ടില്ലല്ലോ, ആ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. മനസ്സിലായി. ഓക്കെ, ഈ ഹൈബ്രിഡ് വണ്ടിയുടെ റേഞ്ച് എന്നാണ് നമ്മൾ പറയാ, മൈലേജ് എന്നാണ് പറയുക. ഹൈബ്രിഡ് വണ്ടികൾ, പ്രോപ്പർ ആയിട്ടുള്ള ഹൈബ്രിഡ് വണ്ടികൾക്ക് നമ്മൾ പറയുന്നത് മൈലേജ് ആണ്. ഓക്കെ, പക്ഷേ ഇതേ സെയിം സാധനം ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഒരു EV ആകുമ്പോൾ നമ്മൾ പറയുന്നത് റേഞ്ച് എന്നാണ്. ഓക്കെ, അപ്പോൾ സാധാ വണ്ടിയാണ് ഇറങ്ങിയത്. ഒരു നോർമൽ ഹൈബ്രിഡ് വാഹനമാണ് ഇറങ്ങിയത്. സോ അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങൾ നമുക്ക് ആദ്യം സംസാരിക്കാം. അപ്പോൾ തോർ ഹാമർ എന്നാണ് ഇവരുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ്. ആ ഒരു ഹെഡ്ലൈറ്റിന് ഒരു തോർ ഹാമർ പോലത്തെ ഒരു ഡിസൈനാണ്. അത് കുറച്ചും കൂടി സ്ലീക്ക് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ലിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസ് കുറച്ചും കൂടി എന്താ പറയുക, രസകരമായിട്ടുണ്ടെന്ന് കാര്യം പറയാം. ഇനി റിയർ എൻഡിൽ മേജറായിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് സെയിം ആണ്. കാരണം ഇപ്പോൾ കാണുന്ന മിക്ക വാഹനങ്ങൾ, ഇപ്പോൾ റാഫി ബാക്കിൽ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ വാഹനത്തിനും ഇപ്പോൾ ഒരു L പോലത്തെ ഒരു സാധനമായിരിക്കും ടെയിൽ ലാമ്പ്. ഇതെല്ലാം വന്നത് വോൾവോ എന്നാണ്. ഇപ്പോൾ ഏർട്ടിക എടുത്താലും പണ്ട് ഇൻഡിക്കയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തത് വോൾവോ എന്നാണ്. അതിനുശേഷം എല്ലാവരും ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ആ ഒരു ഡിസൈനിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തി, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എക്സ്റ്റീരിയറിൽ ഒരു ചേഞ്ചസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോൾ ഇൻറ്റീരിയേഴ്സിനകത്ത് അവരുടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് ഗുണം എന്താ വെച്ചാൽ അതൊരു പ്രോപ്പർ ഒരു ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻ്റ് ആയിരുന്നു. സോ അതിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള വണ്ടിയിൽ വന്ന
മാറ്റം. XC90 എന്ത് വിലയുണ്ട്? XC90ക്ക് ഏകദേശം കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 1,02,00,000. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഇതിൻ്റെ കേസ് പറയുമ്പോൾ റാഫിയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ കേസ് പോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഓർത്തോപെഡിക് സീറ്റ്സ് ഉണ്ട്. ഓർത്തോപെഡിക് സീറ്റ്സ്. അപ്പോൾ നോർമലി ഒരു കംഫർട്ട് കൂടുതൽ തരുമോ? അല്ല, ഡോക്ടർമാർ ഡിസൈൻ ചെയ്യുന്ന സീറ്റ്സാണ് വോൾവോൻ്റെ അകത്തുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നടുവേദന വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നോക്കിയാൽ മതി. കാരണം കുറേ വലിയ വലിയ ആൾക്കാർക്ക് ഇതിനെക്കാട്ടിലും വലിയ വണ്ടി വാങ്ങാൻ സാധിക്കും. പക്ഷേ ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് വോൾവോ XC90 ആയിരിക്കും. എൻ്റെ റീസൺ എന്താ വെച്ചാൽ കംഫർട്ട്, അത് മാത്രമല്ല ബാക്ക് പെയിൻ ഒന്നും വരില്ല. കാരണം നമ്മുടെ ബോഡിയുടെ പോസ്ചർ അനുസരിച്ചാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ള സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മസാജിങ് ഫെസിലിറ്റി ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, കൂളിംഗ് ഉണ്ട്. സോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാറിൻ്റെ സീറ്റ് ഏതാണ് ഫോർ എ ലോങ് ഡ്രൈവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വോൾവോൻ്റെ കേസ് പറയാം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഓർത്തോപെഡിക് സീറ്റ്സ് ആണ്. XC90യുടെ പ്രത്യേകത വേറെ വണ്ടിയിൽ അവരുടെ വണ്ടികളുണ്ട്. XC60ലും സീറ്റ്സൊക്കെ ഓർത്തോപെഡിക് സീറ്റ്സ് ആണ്. പക്ഷേ ആരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക വെച്ചാൽ ഞങ്ങളുടെ സീറ്റ്സിൽ എന്താ പറയുക ലെതർ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഫുൾ ഓഷ്യൻ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സീറ്റ്സ് എന്നൊക്കെ. പക്ഷേ ഈ ഒരു മാത്രത്തെ ലെതറും ഇല്ല. പക്ഷേ ഉണ്ടാക്കുന്ന ആ സീറ്റ്സിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ആരെങ്കിലും ഓർത്തോപെഡിക് സീറ്റ്സ് കൊടുക്കണ്ട? ഇല്ല, വോൾവോ ആണത് ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ചിലപ്പോൾ പേറ്റന്റ് ഉണ്ടാവും. സൂപ്പർ. ഓക്കെ, ഓൾ തിങ്സ് ഓട്ടോയിൽ ഇനി നമ്മൾ നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാൻ പോവാണ്. ഓട്ടോ ടിപ്സ്. യെസ്, സെന്തിൽ നമുക്ക് ഓരോ ടിപ്സ് പറഞ്ഞുതരും ഈ സെഗ്മെന്റിൽ. അപ്പോൾ ചൂടാണ് സെന്തില. ഈ ചൂടത്ത് നമുക്ക് എങ്ങനെ വണ്ടി മാക്സിമം പെട്ടെന്ന് തണുപ്പിക്കാം, തണുപ്പ് എങ്ങനെ നിലനിർത്താം? ഓക്കെ, ഇതിന് ഫസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് പറയുന്ന കാര്യം വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തണലത്ത് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ടിപ്പല്ല, നോർമലി ഇപ്പോൾ നല്ല ടിപ്പ് അല്ല, അതാണ് ജനറലി നോർമലി ചെയ്യേണ്ടത്. കാരണം അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ മിക്ക ആളുകളും വണ്ടിയുടെ അകത്ത് കയറിയിട്ട് AC അപ്പം തന്നെ ഓൺ ചെയ്തിട്ട് ലൈക്ക് നോർമലി ജനലൊന്നും താഴ്ത്താതെ AC മാക്സിമം സ്പീഡിലിട്ടിട്ട് വണ്ടി തണുപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ വലിയ കാര്യമില്ല. കാരണം അങ്ങനെ വണ്ടി തണുക്കില്ല. അപ്പോൾ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ വിൻഡോ ഡൗൺ ചെയ്യുക. സൺറൂഫ് ഉണ്ടെങ്കിൽ 4 വിൻഡോ, 4 വിൻഡോ. സൺറൂഫുള്ള വാഹനമാണെങ്കിൽ സൺറൂഫും തുറന്നു വെക്കുക. AC ഇടുന്നതിന് മുന്നേ, AC ഇടുന്നതിന് മുമ്പ്. അതിനുശേഷം AC ഓൺ ചെയ്യുക. AC ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ സർക്കുലേഷൻ കണ്ടിട്ടുണ്ടാവില്ലേ, സർക്കുലേഷൻ ബട്ടൺ ഉണ്ട്. സോ ആ ഒരു സർക്കുലേഷൻ ഇനീഷ്യലി പുറത്തുനിന്ന് കാറ്റെടുക്കുക, പുറത്തേക്ക് ഇനീഷ്യലി. അതിനുശേഷം ജനൽ കയറ്റി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അകത്തേക്കാക്കുക. സോ ദാറ്റ് അകത്തുള്ള ടെമ്പറേച്ചർ അകത്തുള്ള കാറ്റ് വീണ്ടും റീസർക്കുലേറ്റ്, അതാണ് പെട്ടെന്ന് തണുക്കുക. പുറത്ത് കുറച്ചുകൂടി ചൂട് കൂടുതലല്ലേ. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ജനൽ കയറ്റിയതിന് ശേഷം ഈ ഒരു സംഭവം ചെയ്യുക. അതിനുശേഷം എനിക്ക് തോന്നുന്നു വണ്ടി കുറച്ചും കൂടി. അല്ല, നമ്മളപ്പം ഫസ്റ്റ് കയറുമ്പം ഫുള്ളാക്കി ഇടും, 4 ഇടും ബ്ലോവർ തണുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. അതിൽ വല്ല കാര്യമുണ്ടോ? അതോ 1-2 ഇട്ടിട്ട് പയ്യെ പെട്ടെന്ന്? ആക്ച്വലി അകത്തുള്ള കാറ്റിന് ഇപ്പോൾ അത് ബേസിക്കലി നമ്മളത് സ്പീഡ് കൂട്ടുമ്പോൾ, ബ്ലോവറിൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ അവിടെ നിന്നുള്ള എയർ ഫ്ലോ കൂടും. അനുസരിച്ച് അകത്തുള്ള ചൂട് കാറ്റ് പുറത്തു പോകും. ആ പുറത്തു പോകാനുള്ള എസ്കേപ്പിസമാണ് നമ്മൾ ആക്ച്വലി ജനൽ തുറന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലോവർ കൂട്ടിയേക്കുന്നതല്ലാണ്. ബ്ലോവർ കൂട്ടിയതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ റാഫി, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്രെറ്റ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു ഫീച്ചർ എന്താ വെച്ചാൽ, ഞാൻ ഈ വേനൽക്കാലത്ത് നോർമലി വണ്ടിയുടെ അകത്ത് നമ്മൾ കയറുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്ത് കയറണില്ല അല്ലേ, അങ്ങനെ ഒരു സംഭവം എനിക്ക് ഈ വട്ടം തോന്നിയില്ല. റീസൺ എന്താ അറിയോ, ഈ വണ്ടി നമുക്ക് ദൂരത്തു നിന്ന് തന്നെ AC ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടൊരു 1 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ ഏകദേശം ഒരു 1:45 ആകുമ്പോൾ വണ്ടി ഓൺ ചെയ്ത് AC ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങുമ്പോൾ വണ്ടി ചില്ലായിരിക്കും. അല്ല, 1 മണിക്ക് ഇറങ്ങണമെങ്കിൽ 12:45 ഇടണം. അല്ല, ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ, അല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്ക് അങ്ങനെ നേരത്തെ ഇട്ട് വെക്കാം. സോ ദാറ്റ് ആ ഒരു എന്താ പറയുക ഓവർ ഹീറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളുടെ അകത്തും ഈ ഒരു സംഭവം ഉണ്ട്. ക്രെറ്റയുടെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാം. ചില വണ്ടികളുടെ ആപ്പിലാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ കയ്യിലെ റിമോട്ടിൻ്റെ അകത്ത് വണ്ടിനെ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഹോൾഡ് ബട്ടൺ ഉണ്ട്. ഒരു 2 സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി AC ഇട്ട് റെഡി ആയിരിക്കും നിങ്ങൾ വെൽക്കം ചെയ്യാൻ. അപ്പോൾ അത് വേറെ ഏതെങ്കിലും വണ്ടികൾ ഇങ്ങനെ റിമോട്ടിൽ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഏകദേശം എല്ലാ വണ്ടികളുടെ അകത്തും റിമോട്ടിൽ സ്റ്റാർട്ടിങ് ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഓടിച്ച ഹോണ്ടയുടെ ഇതില്ലേ, അമേസ് ഇല്ലേ, അമേസിൻ്റെ അകത്തും ഇതുപോലെ നമുക്ക് വണ്ടി റിമോട്ടിൽ ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ക്രെറ്റ പോലത്തെ വണ്ടികളിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം. മറ്റേത് അങ്ങനല്ല. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ 1 വട്ടം അങ്ങനെ എന്തോ ഉണ്ട്. അതിനുശേഷം ട്രൈ ചെയ്യുമ്പോൾ അത് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതാണ് വ്യത്യാസം. പിന്നെ വേറെ കാര്യം ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചാൽ, സൺറൂഫുള്ള വാഹനങ്ങൾ ചൂടുകാലത്ത് അപാര ചൂടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അടച്ചിടാം. ഈ അടച്ചിടേണ്ട കേസ് പറയുമ്പോൾ ഒരു വാഹനമുണ്ട്, ഹൈ റൈഡർ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര. അതിൻ്റെ ഒക്കെ സൺറൂഫിൻ്റെ മുകളിലൊരു ഇതുണ്ടല്ലോ, നമ്മൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ സാധനമല്ലേ, അതൊരു സാരിയുടെ വലുപ്പമുള്ളൂ, കനം കുറവാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അത്രയും ചൂട് എമിറ്റ് ചെയ്യും, അകത്തുള്ള AC കടന്ന് അത്രയും വർക്ക് ചെയ്യണം. അപ്പോൾ അത് ഇതുവരെ ഞാൻ വിചാരിച്ചു അതിൻ്റെ അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ അത് മാറുന്നു. അത് മാത്രം മാറിയില്ല. സോ സൺറൂഫുള്ള വാഹനത്തിൻ്റെ അകത്ത് ആ ഒരു ബ്ലൈൻഡിന് കനം എത്രത്തോളം കൂടുതലുണ്ട് അത്രയും നമുക്ക് ആ ഒരു ചൂട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ടിപ്പ് ഇതാണ്,
ഇനി ടിപ്പിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ബാക്കി ജനറൽ ചെക്കപ്പ് ടിപ്പാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വേനൽക്കാലമാകുമ്പോൾ വണ്ടിയുടെ അകത്ത് ഈ ഒരു AC ഫിൽറ്റർ എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ AC ഫിൽറ്ററിൽ പൊടിയുണ്ടോ എന്നുള്ള നമുക്ക് മാനുവലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, അത് നോക്കുക. അതുപോലെ തന്നെ അത് നമുക്ക് ആക്ച്വലി ഗ്ലോ ബോക്സ് ഇല്ലേ, ആ ഗ്ലോ ബോക്സിൻ്റെ ആ ഭാഗത്താണ് ആ ഫിൽറ്റർ ഉള്ളത്. അപ്പോൾ ഗ്ലോ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അവിടെ ആ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിനകത്ത് പൊടി കൂടുതലാണെങ്കിൽ അതിനൊന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? നമുക്ക് എളുപ്പത്തിൽ അവിടെ നിന്ന് കാണാം. ഇപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ നോർമലി നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ സർവീസ് സെൻറ്റർ കൊണ്ടുപോകുക. അവിടെ കൊണ്ടുപോയി വേറെ കാര്യം കൂടി എന്താ വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ആ ഒരു എന്താ പറയുക ഗ്യാസ് ഇല്ലേ, ഗ്യാസ് റീഫിൽ ചെയ്യണം, ഗ്യാസിൻ്റെ അളവും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഗ്യാസ് ചിലപ്പോൾ താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ AC ഇത് പവർ കുറയാൻ ചാൻസസ് ഉണ്ട്. സോ ഇത്രയാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ AC നിങ്ങൾക്ക് ഈ ചൂട് കാലത്ത് നന്നായി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. സൂപ്പർ. ഓൾ തിങ്സ് ഹോട്ടൽ, ഇനി ഓൾ തിങ്സ് അബൌട്ട് തേർഡ് എപ്പിസോഡ് ഓൺ ടോൾ. ടോൾ അല്ല, ടോളിൽ പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങൾ എഫക്റ്റീവ്ലി തുടങ്ങിയ ഇല്ല. അതാണ് ഞാൻ ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നോർമലി ഞാൻ തന്നെ റീൽ ചെയ്തു, ഞാൻ തന്നെ ഇത് ഒരു എപ്പിസോഡിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ കഴിഞ്ഞ വട്ടം ഊട്ടി പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലിട്ടിട്ട് റീചാർജ് ചെയ്തു. അത് ശരി. അപ്പോൾ എഫക്റ്റീവ് അല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് ഇത് എന്താണെന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ ഇതെല്ലാം അലൈൻ ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. ഇതെല്ലാം ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒരു നിയമങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഒറ്റ സുപ്രഭാതത്തിൽ ഇന്ത്യയിലെ എഫക്റ്റീവ് ആവില്ല. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. തൽക്കാലം റീചാർജ് ചെയ്യാം. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ വാഹനത്തിന് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ബൈ ചാൻസ് ഇപ്പോൾ നിങ്ങളുടെ ടോള് മിസ്സാവുക, അല്ല ഈ പറഞ്ഞ ഫാസ്ടാഗ് മിസ്സാവാന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ അകത്ത് ഫാസ്ടാഗ് ഊരിപ്പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മിസ് ഔട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ടോൾ ആക്ച്വലി കടന്നു പോകാൻ പറ്റും. അതായത് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറിലാണ് ആക്ച്വലി നമ്മൾ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. ആ ഒരു ഫാസ്ടാഗ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ വട്ടം ഊട്ടി പോയപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്, ഫാസ്ടാഗ് ഉണ്ടായില്ല. സ്റ്റിക്കറാണ്, അത് ഊരിപ്പോയി. സർവീസിന് പോയപ്പോൾ അവിടെ ഊരിപ്പോയി. ഞാൻ മിസ് ഔട്ട് ചെയ്തു. അവിടെ പോയപ്പോൾ നോക്കണം, ഈശ്വര ഇല്ലല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെ റീചാർജ് ചെയ്യും, ഒന്നുകൂടി പുതിയത് വാങ്ങണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഒന്ന് റീചാർജ് ചെയ്താൽ മതി. ആ നമ്പർ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോൾ ഗേറ്റ് ഓപ്പൺ ആവും എന്നാണ് പറഞ്ഞത്. നമ്മുടെ നിയമം എന്തായിരുന്നു? നിയമം എന്താ വെച്ചാൽ ജമ്മു ആൻഡ് കശ്മീരിലെ നടപ്പാക്കാതിരുന്ന നിയമം നടപ്പാക്കാതിരുന്ന വെച്ചാൽ അവർ പറഞ്ഞു 1 മണിക്കൂർ മുമ്പ്, ഈ പറഞ്ഞ 70 മിനിറ്റ്സ് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ അത് എഫക്റ്റീവ് ആവില്ല എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് അപ്പം ചെന്നിട്ട് റീചാർജ് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ റീചാർജ് ചെയ്യണം. 70 മിനിറ്റ് മുന്നേ റീചാർജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ടോൾ കടന്നു പോകാൻ പറ്റില്ല. കാരണം അവിടെ ബ്ലാക്ക് ലിസ്റ്റഡ് ആവുന്നതാണ് നിയമം. പക്ഷേ ആക്ച്വലി 7 മിനിറ്റ് മുമ്പ് റീചാർജ് ചെയ്ത് ഞാൻ അവിടെ പോയി. അപ്പോൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ടോളിൻ്റെ കേസ്. പക്ഷേ ഒരു രസകരമായിട്ടുള്ള സംഭവം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഹൈവേയിൽ നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ട്. പണി തീരാത്ത ഒരു ഹൈവേയിലാണ് നമ്മൾ ടോൾ കൊടുത്തു പോകുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നിയമങ്ങളുണ്ട് നാട്ടിൽ. അല്ല, എല്ലാ ഹൈവേയിലും ഇപ്പോൾ എല്ലാ ഹൈവേയിലും പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവർ ടോൾ പിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു രസകരമായിട്ടുള്ള വാർത്ത കേട്ടത് ജമ്മു ആൻഡ് കശ്മീർ ഹൈക്കോടതി ഇനി മുതൽ ടോള് പിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, അൺലെസ് അൺടിൽ ആ ഒരു റോഡ് ഫുള്ളി ഫങ്ഷണൽ ആയാൽ മാത്രമേ ടോള് പിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയൊരു ഇതും വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ പിരിച്ചോളൂ, ഒരു 20% അല്ല 20% പിരിച്ചാൽ മതി, 80% കുറയ്ക്കണം. സൂപ്പർ. അപ്പോൾ എല്ലായിടത്തും വരുന്ന സംഗതി, എല്ലാ സ്ഥലത്തും വരണം. പ്രത്യേകിച്ച് ഒരിക്കലും ടോൾ പിരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത്. എന്താ കാരണം പണി ഒരിക്കലും തീരില്ലല്ലോ. ശരിക്കും ഈ നിയമം എത്രയും പെട്ടെന്ന് വരണം. കാരണം അതാകുമ്പോൾ നമുക്ക് ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ട് രക്ഷപ്പെടാം. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും നോൺ സ്റ്റോപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഫുൾ പൈസ ടോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയമം എല്ലായിടത്തും വരണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് റോഡിനാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത്. നല്ല റോഡിൽ കൂടെ പോകാൻ നമ്മൾ ടോൾ കൊടുക്കുന്നത്. പക്ഷെ ആ റോഡ് നല്ലതല്ല, അതിൽ ഫുള്ള് കുഴിയാണെങ്കിൽ നമ്മൾ എന്തിനു ടോൾ കൊടുക്കണം എന്നുള്ളതാണ്. അതെ, മനുഷ്യന്മാർ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് കോടതിയുടെ പറഞ്ഞത്. അല്ല, അത് കൃത്യമായിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ റൂള് അവർ ഓക്കെ ആക്കിയിട്ടുള്ളത്. സോ നമ്മുടെ നാട്ടിലും ആ റൂൾ എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് നമ്മൾ ഓൾ തിങ്സ് ഔട്ട് കേൾക്കുന്ന ജഡ്ജിമാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാക്കാൻ പറ്റിയ ലോജിക്കായിട്ടുള്ള സംഭവം അല്ലേ. കാരണം നിങ്ങൾ പിരിച്ചോളൂ, ഫുൾ പിരിക്കേണ്ട, ഒരു 20% പിരിച്ചോളൂ. അതിനുശേഷം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കമ്പനിക്കും പെട്ടെന്ന് സാധനം ഫിനിഷ് ചെയ്തിട്ട് ഫുള്ള് പിരിക്കണം എന്നുള്ളൊരു ടെൻഡൻസി. ഇതെങ്ങനെ ഇവർ കാൽക്കുലേറ്റ് ചെയ്യും? റോഡ് പണികൾ എവിടേക്കാണെന്ന് അത് ആര് നോക്കും? അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഏത് കമ്പനി ആയിരിക്കും? ബേസിക്കലി ഇത് NHAIൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. സോ ഇതിനൊരു സെപ്പറേറ്റ് ഒരു ബോഡി വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ലാതെ വേറെ നല്ല നിയമം, ടോൾ ബോഡി. ഇനി വേറെ രസകരമായിട്ടുള്ള ഒരു നിയമം എന്താ വെച്ചാൽ 60 കിലോമീറ്ററിന് താഴെ ഒരു ടോൾ ബൂത്ത് വരാൻ പാടില്ല. അപ്പോൾ ഇത് ജമ്മു കാശ്മീരിലെ ഇത് അവിടുത്തെ ഒരു നിയമമാണ്. ഇതിന്റെ കൂടെ തന്നെ ഇതും ഞാൻ പറയാം. അപ്പോൾ 60 കിലോമീറ്റർ ആയിരിക്കണം അത് തമ്മിലെ ഡിസ്റ്റൻസ്. ഇനി ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പാലിയേക്കര കഴിഞ്ഞ് നമ്മൾ പാലക്കാട് പോണ വഴിക്ക് പാലിയേക്കര കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത ടോൾ ബൂത്താണ്. അപ്പോൾ ഉണ്ട്.
എല്ലായിടത്തും നമ്മുടെ അവിടെ 25 അല്ല, നമ്മുടെ അവിടെ ഇപ്പം ഞാൻ പറഞ്ഞൊരു സ്ഥലം ഇപ്പോൾ അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് പന്നിയാങ്കര എന്നാണ്. അപ്പോൾ പാലിയക്കര ടു പന്നിയാങ്കര ഡിസ്റ്റൻസ് ലെസ് ദൻ എനിക്ക് തോന്നുന്നു 30 കിലോമീറ്റർ. 2 ഹൈവേസ് ആണത്. അല്ല, ആക്ച്വലി NH-ന്റെ ഹൈവേ തന്നെയാണ്, കേരളത്തിലുള്ള ഹൈവേ തന്നെ. പക്ഷേ ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ എന്താ സംഭവിച്ചാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതും ഒരു റൂളായിട്ട് വന്നാൽ നല്ലതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ 2 ടോൾ ബൂത്തുള്ള സ്ഥിതിക്ക് ശരിക്കും ടോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആവണമെന്ന് റൂൾ ഉണ്ടോ? ഏകദേശം ഉണ്ട്. കാരണം നമ്മുടെ NH-ന്റെ റൂൾ അനുസരിച്ച് എനിക്ക് തോന്നുന്നു പുതിയ വരുന്ന ടോളിൽ മൊത്തത്തിൽ 6-7 ടോളല്ലേ ഉള്ളൂ ഇന്ത്യ, ലൈക്ക് കാസർഗോഡ് ടു ട്രിവാൻഡ്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു 100 കിലോമീറ്ററോ അങ്ങനെ എന്തോ ആണ്, കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു സംഭവം നന്നായിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ. ടോൾസ് ഇൻ ഇന്ത്യ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോൾസ് ഇൻ ഇന്ത്യ 60 കിലോമീറ്റർ ഓൾറെഡി ഉണ്ട്. ആസ് പെർ ദ റൂൾസ് 2018 സ്പേസിംഗ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് ടോൾസ് ഷുഡ് ബി 60 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും കറക്റ്റാണ്. കാരണം പാലിയക്കര ടു പന്നിയാങ്കര ഈസ് ലൈക്ക് ലെസ് ദൻ 30 കിലോമീറ്റേഴ്സ്. അപ്പോൾ അതെന്താ അങ്ങനെ 2 സെപ്പറേറ്റ് ഹൈവേസ്? ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, അതാണ്. ഇതിപ്പോൾ ഇതെല്ലാം നിയമം അറിയാത്തായിരിക്കും മിക്ക പ്രശ്നം. അപ്പോൾ അറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നല്ലത്. 60 കിലോമീറ്റേഴ്സിൽ ഓൾറെഡി ടോൾ പ്ലാസ വരാൻ പാടുള്ള നിയമമുണ്ട്. അവിടെയാണ് ഇവിടെ 35 കിലോമീറ്ററിൻ്റെ അണ്ടറിൽ ടോൾ പ്ലാസ കിടക്കുന്നത്. യെസ്. ടോളിൻ്റെ കാര്യത്തിൽ പിന്നെ റോഡ് നല്ലതല്ലെങ്കിൽ ടോൾ പിരിക്കരുത് എന്ന് പണ്ട് തൊട്ടേ നമ്മളെല്ലാവരും പറയുന്നതാണ്. അത് ആക്ച്വലി അങ്ങനെ ഒരു നിയമം വരുന്നത് നന്നായിരിക്കും. നമ്മുടെ നാട്ടിലും അവസാനം വന്നു കഴിഞ്ഞാൽ പൊളിക്കും. റോഡ് പൊളിഞ്ഞാൽ നമ്മൾ പൊളിക്കും. ടോൾ പിരിക്കാതെ. യെസ്. അപ്പോൾ ഇനി ടോളിൽ നമുക്ക് നേരെ സെന്തിൽ കുറച്ചു കാലം ഓടിച്ച ക്രെറ്റയിലേക്ക് പോകാം. ക്രെറ്റയെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ EV വാഹനങ്ങൾ എങ്ങനെയാണ് റാഫി നമ്മളെ പഠിക്കും. അതായത് നമ്മൾ ഓടിക്കുന്ന രീതിയാണ് അത് ആക്ച്വലി ഗ്രാസ്പ് ചെയ്യുന്നത്.